കിണ്ണൻ അറിയോ? എൻ്റെ അച്ഛ എൻ്റെ സ്വന്തമല്ല. അത് കേട്ട് ബദ്രി ഒന്ന് ഞെട്ടി. നീ നിനക്കറിയാമായിരുന്നോ? രാമച്ചൻ അച്ചുവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത്, അന്ന് അവരുടെ വീട്ടിൽ പോയപ്പോൾ. അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെല്ലാം. അതറിഞ്ഞു തന്നെയാണ് ഞാൻ വളർന്നത്. കണ്ണനും അറിയാം. എൻ്റെ അച്ഛനെയും അമ്മയെയും കൊന്നതുപോലെ എന്നെയും കൊല്ലാൻ വേണ്ടി വന്നതാണ് അന്നവർ. പക്ഷേ എന്നെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ കണ്ണൻ സ്വയം. അവൾ മുഖം പൊത്തി കരഞ്ഞു. മനസ്സിൻ്റെ വേദന താങ്ങാൻ വയ്യ. എൻ്റെ അച്ഛൻ്റെ കൂടെ കൂടി അയാൾ ചതിച്ചു. ആ പാവത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ കൈക്കലാക്കി അയാൾ. അച്ഛനെയും അമ്മയെയും ഇല്ലാതാക്കിയപ്പോൾ എന്നെ മറന്നുപോയിരുന്നു. ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാ എന്നെ കൊല്ലാൻ. 25 വയസ്സ് പൂർത്തിയാകുമ്പോൾ അയാളുടെ സ്വത്തുക്കളെല്ലാം എൻ്റെ കൈപ്പിടിയിൽ വരും എന്ന് പേടിച്ച്. വീട്ടിൽ വന്ന് എന്നും ശല്യം ചെയ്യും. എന്നെ സംരക്ഷിക്കാൻ എൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. തേങ്ങി കരഞ്ഞുകൊണ്ട് അവൾ അവനെ വട്ടം പിടിച്ചു. ഏറെ നേരം നീണ്ടു നിന്നു അവളുടെ കരച്ചിൽ. പതിയെ ഏങ്ങലളികൾ നേർത്തു വന്നു. ബദ്രി അപ്പോഴും മൗനമായി ഇരുന്നതേ ഉള്ളൂ. കുറച്ചു കഴിഞ്ഞ് അവൾ മുഖമുയർത്തി അവനെ നോക്കി. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ട് ബദ്രി ഇരു കണ്ണിലും അമർത്തി ചുംബിച്ചു. ഐസ്ക്രീം വേണോ അച്ചുട്ടാ? അവൻ സ്നേഹത്തോടെ, അതിലുപരി വാത്സല്യത്തോടെ ചോദിച്ചു. അവൾ അതിശയത്തോടെ അവനെ നോക്കി. അവനൊന്ന് പുഞ്ചിരിച്ചു. ഇവിടെ ഇരിക്കെ, ഞാൻ പോയി വാങ്ങി വരാം. അവൻ എഴുന്നേറ്റ് മുണ്ട് മടക്കി കുത്തി മുന്നോട്ട് നടന്നു. അച്ചു അവനെ നോക്കിയിരുന്നു. ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുവന്ന് അവൾക്കടുത്തിരുന്ന് വായിൽ വെച്ചു കൊടുത്തു. അച്ചു അവനെ നോക്കിയിരുന്നു. അവൻ തരുന്നത് വാങ്ങിക്കഴിച്ചു. അച്ചുമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? വീട്ടിലെത്തിയപ്പോൾ അപ്പു ആദ്യം ചോദിച്ചത് അതായിരുന്നു. ബദ്രി പ്രാൾക്കുട്ടിയും കൊണ്ട് സോഫയിൽ ഇരിപ്പായിരുന്നു. ഒന്നുമില്ല അപ്പുട്ടാ, തലവേദന. അച്ചു അതും പറഞ്ഞ് റൂമിലേക്ക് പോയി. അപ്പു ബദ്രിയുടെ അടുത്ത് ചെന്നിരുന്നു. കണ്ണേട്ടാ, അപ്പു അവനെ തോണ്ടി വിളിച്ചു. അച്ചയുടെ പാറുക്കുട്ടി ഒരു ഉമ്മ തന്നെ. ബദ്രി അപ്പുവിനെ മൈൻഡ് ചെയ്യാതെ പാറൂട്ടിനെ കളിപ്പിക്കുകയായിരുന്നു. കണ്ണേട്ടാ, എന്നെ നോക്കു മനുഷ്യ. അപ്പു അവനെ പിടിച്ചു കുലുക്കി. ആ എന്താടാ? ബദ്രി ശബ്ദം ഉയർത്തി. ഒരു ബൈക്ക് വാങ്ങിത്തരാവോ പ്ലീസ്? അവൻ കൊഞ്ചിക്കൊണ്ട് ബദ്രിയുടെ തോളിലൂടെ കൈയിട്ടു. പിന്നെ ബൈക്ക് ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. നീ പൈസ കൊണ്ട് വച്ചിട്ടുണ്ടോ ഇവിടെ ബൈക്ക് വാങ്ങാൻ? ബദ്രി അവനെ കൂർപ്പിച്ചു നോക്കി. പണിക്ക് പോയിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കിയിട്ട് എനിക്ക് ബൈക്ക് വാങ്ങിത്താ മനുഷ്യ. അതല്ലേ ഹീറോയിസം? എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണ്ടെങ്കിൽ എഴുന്നേറ്റ് പൊക്കോ. അവൻ്റെ ഒരു ബൈക്ക് ബസ്സിനങ്ങ് പോയാൽ മതി. ഇല്ലേ എൻ്റെ ബുള്ളറ്റ് എടുത്തോ. അതെപ്പോഴും കയ്യിലുണ്ടാവില്ലല്ലോ. എനിക്ക് സ്വന്തമായിട്ടൊന്ന് വേണം. ഞാൻ ലൈസൻസ് എടുക്കാൻ പോവാ. നീ എന്താന്ന് വെച്ചാൽ ചെയ്യ്. ബദ്രി അത് പറഞ്ഞതും അപ്പു ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി. ബദ്രി ഒളി കണ്ണാലെ അവനെ നോക്കി ചിരിച്ചു. അവൻ്റെ ഒരു വാശി കണ്ടോ പാറുക്കുട്ടി? ബദ്രി മോളുടെ വയറിൽ മുഖം ചേർത്ത് ഇക്കിളിയിട്ടുകൊണ്ട് പറഞ്ഞു. അവൾ പൊട്ടിച്ചിരിച്ചു. അന്ന് രാത്രിയും അമ്മയ്ക്കും മോൾക്കും വാരി കൊടുത്തത് ബദ്രി തന്നെയായിരുന്നു. ബദ്രി മോളെ എടുത്ത് തോളിലിട്ട് ഉറക്കി. മരുന്ന് കഴിക്കാനുണ്ട് അച്ചു. ബാത്റൂമിൽ നിന്നിറങ്ങി വന്ന അച്ചുവിനോടായി പറഞ്ഞു. അവളൊന്ന് തലയാട്ടിക്കൊണ്ട് ടേബിളിലിരുന്ന് മരുന്നെടുത്ത് കഴിച്ചു. ബദ്രി അവൾക്കടുത്ത് ചെന്നിരുന്നു. അച്ചു ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. പാറുകുട്ടി അവൻ്റെ ഇടനെഞ്ചിൽ ഒതുങ്ങിക്കൂടി. പാറു ഉറങ്ങിയതും അവളെ ചുമരിനോട് ചേർത്ത് കിടത്തി അച്ചുവിനെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു. നെറുകയിലെ സിന്ദൂര ചുവപ്പിൽ അവൻ ചുണ്ടമർത്തി. കിണ്ണാ. ശരിക്കും കിണ്ണന് ഭ്രാന്താണല്ലേ? പ്രണയം വിരുന്ന അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ ചോദിച്ചു. ബദ്രി അറിയാതെ ചിരിച്ചു. നിന്നെ എന്ന് പ്രണയിച്ചു തുടങ്ങിയോ അന്നു മുതൽ ഭ്രാന്താണ്. അതിങ്ങനെ എൻ്റെ ഹൃദയത്തിൽ പടർന്ന് പന്തലിച്ചു. ഇപ്പോൾ അതിൻ്റെ ശിഖരങ്ങളിലൊക്കെയും പൂക്കുന്നത് നീയാണ്. ബദ്രി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എൻ്റെ ഹൃദയത്തിൽ പൂവിട്ട ചെമ്പരത്തി. അടുത്ത ജന്മവും ഇനിയുള്ള 7 ജന്മവും അങ്ങനെ മതി. ചെമ്പരത്തിയായിട്ടോ? എൻ്റെ ഭ്രാന്തിനെ സ്നേഹിക്കാൻ മറ്റൊരു ഭ്രാന്തിക്കല്ലേ കഴിയൂ. ശരീരത്തിൽ കൈകൾ ചുറ്റി വരിയുന്ന പോലെ തോന്നിയാണ് ബദ്രി കണ്ണു തുറന്നത്. അച്ചു വിറച്ചുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ച് കിടക്കുവാണ്. കഴുത്തിലമർന്ന അവളുടെ നെറ്റിയുടെ ചൂട് അറിഞ്ഞോന്നോണം അവൻ അവളെ അടർത്തി മാറ്റാൻ നോക്കി. അച്ഛേ. അവൾ ഞെരങ്ങിക്കൊണ്ട് അവരിലേക്ക് ചേർന്ന് കിടന്നു. അച്ചുട്ടാ. അവളുടെ മുടിയിഴകൾ തലോടിക്കൊണ്ട് അവൻ വിളിച്ചു. കിണ്ണാ. അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ മുറുകി. അവൾ കരയുകയായിരുന്നു. അച്ഛനെന്ന ഏങ്ങലടികൾക്കിടയിൽ പറയുന്നുണ്ടായിരുന്നു. ബദ്രി അവളെ നെഞ്ചോട് അടക്കി പിടിച്ചു. ഏങ്ങലടികൾ പതിയെ നേർത്തു വന്നു. അവന് ചുറ്റി വരിഞ്ഞിരുന്ന കൈകൾ പതിയെ അയഞ്ഞു. ബദ്രി അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി. അടഞ്ഞു തുടങ്ങിയ അവളുടെ കണ്ണുകൾ മൃദുവായി ചുംബിച്ചു.
നന്നായി പനിക്കുന്നുണ്ട്. പുറത്തെ ചെറു ചാറ്റൽ മഴയിലും അവൾ കിടന്നു വിറച്ചു. ബദ്രി എഴുന്നേറ്റ് അവളുടെ കഴുത്തറ്റം പുതച്ചു കൊടുത്തു. എഴുന്നേറ്റ് പോകാൻ നിന്ന അവൻ്റെ ഷർട്ടിൽ അവളുടെ പിടി വീണു. കിണ്ണാ. കൂമ്പിയടഞ്ഞ കണ്ണുകൾ തുറക്കാൻ കഴിയാതെ അവൾ വിളിച്ചു. ബദ്രി ലൈറ്റ് ഓൺ ചെയ്ത് അവൾക്കരികിലിരുന്നു. ഞാൻ ഇവിടെ ഉണ്ട് അച്ചുട്ടിയെ. വലത് നെറ്റിയിൽ ചുണ്ടമർത്തിയപ്പോൾ അവളുടെ പനിച്ചൂട് അധരങ്ങളിൽ അവൻ അറിയുന്നുണ്ടായിരുന്നു. മെല്ലെ അവളുടെ കൈകൾ വേർപ്പെടുത്തി ചുമരിനോട് ചേർന്ന് കിടന്ന് സുഖമായി ഉറങ്ങുന്ന പാറുകുട്ടിയെ വാരിയെടുത്തു. ഉറക്കം മുറിഞ്ഞപ്പോൾ അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് കണ്ണു തുറന്നു. ഒന്ന് ചിണുങ്ങിക്കൊണ്ട് ബദ്രിയെ നോക്കി. കുഞ്ഞി ചുണ്ടുകൾ ചുളിച്ചുള്ള ആ നോട്ടം കണ്ടപ്പോഴേ ബദ്രിക്ക് മനസ്സിലായി ഉറക്കത്തിൽ ശല്യപ്പെടുത്തിയതിൻ്റെ പ്രതിഷേധമായി കരയാനുള്ള തയ്യാറെടുപ്പിലാണ് പുള്ളിക്കാരിയെന്ന്. ആ കുഞ്ഞി ചുണ്ടുകൾ വിതുമ്പി, കണ്ണുകൾ നിറഞ്ഞു. കരയാനായി ഒരുങ്ങുന്ന പാറുകുട്ടിയെ ദയനീയമായി നോക്കി ബദ്രി അവളുടെ ചുണ്ടിൽ വിരൽ വെച്ച് മിണ്ടരുതെന്ന് കാട്ടി. പാറു വിതുമ്പ് കൊണ്ട് ബദ്രിയെ നോക്കി വീണ്ടും ഒന്ന് ചിണുങ്ങി. അച്ഛയുടെ പാറുകുട്ടിയെ, കരയല്ലേ, അമ്മ ഉറങ്ങുമല്ലേ? അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. പാറുകുട്ടി ഒരു കൈകൊണ്ട് അവൻ്റെ ഷർട്ടിൽ പിടിച്ച് മുറുകെ വായിൽ വെച്ച് നുണയാൻ തുടങ്ങി. ബദ്രി അവളുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. പാറുകുട്ടി വീണ്ടും എന്തോ മൂളിക്കൊണ്ട് അവൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങി തുടങ്ങിയിരുന്നു. ബദ്രി അപ്പുവിൻ്റെ റൂമിലേക്ക് ചെന്നു. ലൈറ്റിട്ടു. അപ്പു മൂടി പൊതിച്ച് സുഖമായിട്ട് ഉറങ്ങുവാണ്. ബദ്രി അവനടുത്തേക്ക് ചെന്നു. അപ്പു, ഡാ. അവൻ്റെ മേലിൽ നിന്ന് പുതപ്പ് മാറ്റിയിട്ട് തട്ടി വിളിച്ചു. എവിടെ? അവനുണ്ട്, ഉണരുന്നു. ബദ്രി വീണ്ടും വിളിച്ചു. എന്താ മനുഷ്യ? ചെവി പൊത്തിക്കൊണ്ട് ഈർഷ്യയോടെ അപ്പു എഴുന്നേറ്റു. കണ്ണടച്ച് തന്നെയാണ് ഇരിപ്പ്. ഡാ ലുട്ടാപ്പി. ബദ്രി ദേഷ്യത്തോടെ അവൻ്റെ തലയ്ക്ക് ഒരു കൊട്ടുകൊടുത്തു. അപ്പു ഒന്ന് ഞെട്ടി. അവൻ തല ചൊറിഞ്ഞുകൊണ്ട് ചോദിച്ചു. അച്ചുവിന് നല്ല പനി. നീ മോളെ നിന്റെ അടുത്ത് കിടത്തിക്കോ. ഡോക്ടറുടെ അടുത്ത് പോകുവാണോ കണ്ണേട്ട? എന്നാ ഞങ്ങളും വരും. ബദ്രിയുടെ കയ്യിൽ നിന്ന് പാറുകുട്ടിയെ എടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. ഇപ്പോൾ പോണില്ല, മരുന്നിരിപ്പുണ്ട്. കുറഞ്ഞില്ലെങ്കിൽ നാളെ പോവാം. അപ്പു ഒന്ന് മൂളി. കിടന്നോ. പിന്നെ കുഞ്ഞുണ്ടെന്ന ഓർമ്മ വേണം. കൈയും കാലും എടുത്ത് അതിൻ്റെ മേലേക്കിടരുത്. ഇല്ല എൻ്റെ മനുഷ്യ, ഞാനും എൻ്റെ പാറുകുട്ടിയും ഉറങ്ങാൻ പോകുക. അപ്പു കുഞ്ഞിനെ അരുക്കിൽ കിടത്തി അവളോട് ചേർന്ന് അവൻ കിടന്നു. ബദ്രി ചെറുചിരിയോടെ അവൾക്ക് പുതച്ചു കൊടുത്തുകൊണ്ട് റൂമിൽ നിന്നിറങ്ങി. ചുക്കാപ്പിയൊക്കെ ഉണ്ടാക്കി അച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ചു. ബദ്രി അവളെ മെല്ലെ വിളിച്ചു. കണ്ണു തുറന്നില്ലേലും അവൾ മൂളുന്നുണ്ടായിരുന്നു. മെല്ലെ അവൻ എഴുന്നേൽപ്പിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്തിരുത്തി. അവശതയോടെ അവൾ പാതി മിഴികൾ തുറന്നു. കുടിക്ക്. ബദ്രി ചെറു ചൂടോടെ ചുക്കാപ്പി അവളുടെ വായിലേക്ക് മുട്ടിച്ചു. ആദ്യമൊന്ന് മുഖം ചുളിച്ചെങ്കിലും പിന്നെ അവൾ മുഴുവൻ കുടിച്ചു. തുണി നനച്ച് അവളുടെ നെറ്റിയിൽ വെച്ചു കൊടുത്തു. അച്ചു ക്ഷീണത്തോടെ അവൻ്റെ മടിയിലേക്ക് തലവെച്ചു. വയറിലേക്ക് മുഖമമർത്തി വെച്ച് ചുരുണ്ടുകൂടി. ബദ്രി അവളെ തലോടിക്കൊണ്ട് അങ്ങനെ ഇരുന്നു. രാവിലെ മൊബൈൽ റിംഗ് ടോൺ കേട്ടാണ് ബദ്രി കണ്ണു തുറന്നത്. ഉറക്കം വിട്ടുമാറാതെ അവൻ്റെ നെറ്റി ചുളിഞ്ഞു. അപ്പോഴേക്കും റിങ് നിന്നിരുന്നു. മടിയിൽ കിടന്ന് അച്ചു അപ്പോഴും ഉറക്കാണ്. അവൻ നെറ്റിയിൽ തൊട്ടു നോക്കി. ചെറിയ ചൂടുണ്ട്. മുഖം താഴ്ത്തി അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. വീണ്ടും ഫോൺ റിങ് ചെയ്തു. ടേബിളിലിരുന്ന ഫോൺ കയ്യെത്തി എടുത്തു നോക്കി. നയനയാണ്. കാൾ അറ്റൻഡ് ചെയ്തു. ഹലോ നയന. ബദ്രി, ഞാനൊരു ഹെൽപ്പ് ചോദിക്കാൻ വിളിച്ചതാണ്. അല്പം മടിയോടെയാണ് നയന സംസാരിച്ചു തുടങ്ങിയത്. എന്താടീ, കാര്യം പറ. എടാ, അത് ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് വരുവാണ്. ആഹാ, നിന്റെ കെട്ടിയവൻ്റെ അസുഖം ഭേദായോ? അവൻ തിരക്കി. ഇല്ല, വീൽ ചെയറിലിരിക്കാം, അത്ര തന്നെ. നിരാശയോടെ അവൾ പറഞ്ഞു. ബദ്രി ഒരു നിമിഷം നിശബ്ദനായി. ബദ്രി, എൻ്റെ പപ്പ ബിസിനസ് ആവശ്യത്തിന് ബാംഗ്ലൂർ പോയേക്കുക. എന്തോ ഇൻവെസ്റ്റേഴ്സ് ബോർഡ് മീറ്റിംഗ് ഉണ്ടത്രേ. നീ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരുമോ? ഹരിയെ കാറിൽ നിന്നിറക്കാനും അകത്തേക്ക് കൊണ്ടുപോകാനും എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ലാഞ്ഞിട്ടാ. അവളുടെ ശബ്ദം നേർത്തു. ബദ്രി ഒന്ന് ചിരിച്ചു. കൊള്ളാലോ, നിന്റെ കെട്ടിയവനെ ഈ അവസ്ഥയിലാക്കിയ എന്നെക്കൊണ്ട് തന്നെ അവനെ എടുപ്പിച്ച് പ്രതികാരം ചെയ്യുവാണോ നീ? കളിയാലെ അവൻ ചോദിച്ചു. നായന ഒന്നും പറഞ്ഞില്ല. അവൾക്ക് അത് ഹേർട്ടായെന്ന് അവന് മനസ്സിലായി. ഞാൻ വരാം, റെഡിയാകുമ്പോൾ എന്നെ വിളിക്ക്. താങ്ക്സ് ഡാ, ഞങ്ങൾ റെഡിയായി. ഈ രാവിലെയോ? ഇവിടെ നിന്ന് ഹരിക്കും അടുത്തു. രാവിലെ അവന് മെഡിസിൻ ഉണ്ട്, അതുകൊണ്ട് നേരത്തെ എണീക്കും. ശരി, ഞാൻ വന്നേക്കാം. എൻ്റെ കാറുണ്ട് വീട്ടിൽ, അതെടുത്ത് വന്നാൽ മതി. അവനൊന്ന് മൂളിക്കൊണ്ട് കാള് കട്ടാക്കി. അവന് പോകാൻ ഒട്ടും താല്പര്യം തോന്നിയില്ല. പക്ഷേ നയനയോട് എങ്ങനെയാ പറ്റില്ലെന്ന് പറയാം. ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചതാണ്. PGക്ക് അവൾ വേറെ കോളേജിൽ ജോയിൻ ചെയ്തു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം കണ്ടിട്ടും അടുപ്പക്കുറവൊന്നും തോന്നിയിട്ടില്ല.
നല്ല ക്യാരക്ടറാണ്, എന്തും തുറന്നു പറയുന്ന നല്ലൊരു സുഹൃത്ത്. ബദ്രി ഒന്ന് നിശ്വസിച്ചു. അച്ചുവിനെ ബെഡിലേക്ക് കിടത്തി പുതച്ചു കൊടുത്തു. രാത്രിയിൽ ശരിക്കും ഉറങ്ങാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു സുഖമായി ഉറങ്ങുവാണിപ്പോൾ. അവൾ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നു. സമയം 8 മണിയായിരിക്കുന്നു. പുറത്തുനിന്ന് പാറുക്കുട്ടിയുടെ ചിരി കേൾക്കുന്നുണ്ട്. അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ ഉമ്മറത്ത് പാറുകുട്ടിയും കളിച്ചിരിക്കുവാണ് അപ്പു. മുറ്റത്ത് തത്തി നടക്കുന്ന പ്രാവുകളെ കൈകാട്ടി വിളിക്കുവാണ് കുഞ്ഞിപ്പാറു. ചായ, ബദ്രി പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ആ ടേബിളിൽ ഇരിപ്പുണ്ട്, ഞാൻ പാറുക്കുട്ടിക്ക് പാല് കൊടുക്കുക. ഫീഡിംഗ് ബോട്ടിൽ കയ്യിലെടുത്തുകൊണ്ട് അപ്പു വിളിച്ചു പറഞ്ഞു. ബദ്രി ചിരിയോടെ ടേബിളിലിരുന്ന് ചായ എടുത്തു കുടിച്ചു. ഡാ, ഞാനിപ്പോൾ വരാം. അച്ചു എഴുന്നേറ്റ പറയണം മരുന്ന് കഴിക്കാൻ അവളോട് പറയണം. ഷർട്ട് മാറി വന്നുകൊണ്ട് അവൻ അപ്പുവിനോട് പറഞ്ഞു. എങ്ങോട്ടാ കണ്ണേട്ടാ? അപ്പു പാറുട്ടിയും കൊണ്ട് എഴുന്നേറ്റു. അത്ത. പാറുക്കുട്ടി ബദ്രിയുടെ മേലേക്ക് ചാഞ്ഞു. ആഹാ, എന്താ അച്ചയുടെ പാറുക്കുട്ടി വിളിച്ചേ? അച്ചാന്നോ? ബദ്രി സന്തോഷത്തോടെ അവളെ എടുത്തുയർത്തി. അച്ച എന്നല്ല, അത്ത എന്നാണ്. അപ്പു ചുണ്ടുപൊട്ടി. പോടാ, നിനക്ക് എന്തറിയാം? ബദ്രി അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് കുഞ്ഞിപ്പാറുൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. അച്ചയുടെ പാറുക്കുട്ടി അപ്പൂട്ടൻ്റെ കൂടെ ഇരിക്കട്ടോ. ബദ്രി മോളെ അപ്പൂന് കൊടുത്തു. എങ്ങോട്ടാ കണ്ണേട്ടാ? ഞാൻ നായനയെ പിക്ക് ചെയ്യാനാ, അവൾ വിളിച്ചിരുന്നു. ബദ്രി അതും പറഞ്ഞ് ബുള്ളറ്റിനടുത്തേക്ക് നടന്നു. ആ ഹരി ഉണ്ടാവില്ലേ? അപ്പു ഗൗരവത്തോടെ ചോദിച്ചു. ഒന്ന് മൂളിക്കൊണ്ട് അവൻ ബുള്ളറ്റിൽ കയറി. കണ്ണാട്ടൻ എന്തിനാ പോണേ? അവനൊരു നന്ദി ഉണ്ടാവില്ല, ചെറ്റയാണ്, അപ്പു ദേഷ്യത്തോടെ പറഞ്ഞു. എൻ്റെ അപ്പൂട്ട, അവന് വേണ്ടത് ഞാൻ കൊടുത്തു. അതിപ്പോൾ കുറഞ്ഞാലും കൂടിയാലും. അവന് 2 പൊട്ടിച്ചപ്പോൾ ഞാൻ സംതൃപ്തനായി. ഇനിയിപ്പോൾ അവനെ ഞാൻ സഹായിച്ചെന്ന് കരുതി എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പം തോന്നേണ്ടത് അവനല്ലേ? എന്നെ സംബന്ധിച്ച് ഹരി ഒന്നുമല്ല. ഇതൊരു സഹായം. കോളേജിൽ പഠിക്കുന്ന കാലത്ത് എത്ര അഗതി മന്ദിരങ്ങളിൽ പോയിരിക്കുന്നു, അവിടുത്തെ എത്ര പേര് സഹായിച്ചിരിക്കുന്നു. എൻ്റെ കയ്യിൽ എടുത്തോണ്ട് പോയിട്ടുണ്ട് ഞാൻ പലരെയും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവർ ആരൊക്കെയോ ദ്രോഹിച്ചു, കൊല്ലാൻ നോക്കി എന്നൊക്കെ. അങ്ങനെയുള്ളൂ ഒരു ജീവകാരുണ്യ പ്രവർത്തനം. അപ്പുവിൻ്റെ കവിളിൽ ഒന്ന് തട്ടി പാറുകുട്ടിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൂടി കൊടുത്തിട്ട് അവൻ ബുള്ളറ്റ് മുന്നോട്ടെടുത്തു.